കണ്ണൂരിലെ പാട്യം എന്ന ഗ്രാമത്തിൽ നിന്ന് മദ്രാസിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വപ്നങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വെളുത്ത നിറവും ഒത്ത പൊക്കവുമുള്ള നായകന്മാർ മാത്രം വാഴുന്ന വെള്ളിത്തിരയിലേക്ക് തന്റെ ഇരുണ്ട നിറവും ശരാശരി ഉയരവുമായി കടന്നു ചെന്ന് അദ്ദേഹം തിരുത്തി എഴുതിയത് മലയാള സിനിമയുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ കൂടിയാണ്. നമ്മളെ തന്നെ നോക്കി ചിരിക്കാൻ പഠിച്ചത് ശ്രീനിവാസനിലൂടെയാണ്. മറ്റുള്ളവർ ഒരുപക്ഷെ ഒരു പരിമിതിയായി കണ്ടേക്കാവുന്ന സ്വന്തം ശരീരഭാഷയെ അദ്ദേഹം തന്റെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റി. ശ്രീനിവാസൻ എന്ന എഴുത്തുകാരന്റെ ജനനം തന്നെ രസകരമായ ഒരു കഥയാണ്. സംവിധായകൻ പ്രിയദർശൻ തന്റെ ആദ്യ കാലഘട്ടത്തിൽ കഥയില്ലാതെ വിഷമിച്ച് നിൽക്കുന്ന സമയം ഒടുവിൽ അഭിനയിക്കാൻ ഒരു വേഷം തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ശ്രീനിവാസനെ വിളിച്ചു വരുത്തി. ഷൂട്ടിംഗ് തുടങ്ങാൻ തിരക്കഥ എവിടെയെന്ന് ചോദിച്ച ശ്രീനിവാസന്റെ കയ്യിലേക്ക് ഒരു പേനയും പാഡും കൊടുത്തിട്ട് പ്രിയദർശൻ പറഞ്ഞു, ഇത് എഴുതിയാൽ പടം നടക്കും. തർക്കങ്ങൾക്കിടം കൊടുക്കാതെ അദ്ദേഹം അത് എഴുതി തുടങ്ങി. അവിടെ പിറന്നത് ഓടരുതമ്മാവ ആളറിയാമെന്നൊരു സിനിമ മാത്രമല്ല, മലയാള സിനിമയുടെ ജാതകം തന്നെ തിരുത്തിയൊരു തിരക്കഥാകൃത്ത് കൂടിയായിരുന്നു. 1984 വിമല ടീച്ചർ വിവാഹം കഴിക്കുമ്പോൾ ശ്രീനിവാസന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു സിനിമാ കഥയെ വെല്ലുന്ന ദാരിദ്ര്യമായിരുന്നു. ആ വിവാഹത്തിന് സാക്ഷിയായത് 2 മഹാനടന്മാരുടെ സ്നേഹമാണ്. ഇന്നസെന്റ് നൽകിയ 400 രൂപയും മമ്മൂട്ടി നൽകിയ 2000 രൂപയും മാത്രമായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ആസ്തി. ഒരു ക്രിസ്ത്യാനി തന്ന 400 രൂപയും ഒരു മുസൽമാൻ തന്ന 2000 രൂപയും കൊണ്ട് ഒരു ഹിന്ദു പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തിയ ആ മനോഹര നിമിഷത്തെക്കുറിച്ച് അദ്ദേഹം പിന്നീട് പലപ്പോഴും അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്. മതത്തിനപ്പുറം മനുഷ്യനെ കണ്ട ഒരു വലിയ മനസ്സിന്റെ ഉടമ. സിനിമയെ ചുറ്റിപ്പറ്റിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ചുറ്റുമുള്ള ജീവിതങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമയും. സംശയരോഗിയായ തളത്തിൽ ദിനേശനെയും സന്ദേശം വിളിച്ചു പറഞ്ഞ കോട്ടപ്പള്ളി പ്രഭാകരനെയും കാക്കിക്കുള്ളിൽ കലാഹൃദയം സൂക്ഷിച്ച SI രാജേന്ദ്രനെയുമെല്ലാം സ്ക്രീനിൽ കാണുന്നതിനു മുമ്പേ നമ്മൾ ചുറ്റുമുള്ള സമൂഹത്തിൽ കണ്ടിട്ടുള്ളതാണ്. പൊന്മുട്ടയിടുന്ന താറാവ്, അറബിക്കഥ, ചിന്താവിഷ്ടയായ ശ്യാമള, ഇങ്ങനെ ഓരോ സിനിമയും ഓരോ പാഠപുസ്തകങ്ങളായിരുന്നു. ഇനിയും വരാനിരിക്കുന്ന സിനിമാ തലമുറകൾക്ക് കൂടി പാഠമാകുന്ന ഒരു യഥാർത്ഥ സിനിമാ ശ്രീനിവേഴ്സിറ്റി. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.